മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിൽ വെച്ച് പെറ്റമ്മയെ CKCക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഗൗതമിന് അത് സാധിക്കാതെ വന്നപ്പോൾ CKC വീണ്ടും ഗൗതമിനെ തന്തയില്ലാത്തവൻ, തള്ളയില്ലാത്തവൻ, അനാഥൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു. തൊട്ടപ്പുറത്ത് നിധിയും നിർമ്മലാമ്മയും ഇതൊക്കെ കേട്ടു നിൽക്കുമ്പോൾ അയാൾക്കുള്ള മറുപടി കൊടുക്കാനായി നിർമ്മലാമ്മ അവരുടെ മുൻപിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നിധി തടയുന്നു. അതിനുള്ള സമയമായിട്ടില്ലെന്ന് നിധി പറയുന്നു. സ്വന്തം മകനെ തന്തയില്ലാത്തവനെന്ന് പറഞ്ഞ് CKC ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ അയാളോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി CKCയെ റോഡിൽ വെച്ച് നിർമ്മലാമ്മ കാണുന്നു. എടോ, താനിനു മേലിൽ ഗൗതമിനെ തന്തയില്ലാത്തവനെന്ന് ആക്ഷേപിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് CKC ചോദിക്കുന്നു. എന്റെ കയ്യിലുള്ള ഈ ഫോട്ടോ ജ്യോതിർമയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുമെന്ന് പറയുന്നു. പണ്ട് തന്നെ വിശ്വസിച്ച എന്നെ താൻ ചതിച്ച നാളുകളിൽ എടുത്ത ഈ ഫോട്ടോ CKCയെ നിർമ്മലാമ്മ കാണിച്ചു കൊടുക്കുന്നു. ഫോട്ടോ കണ്ട CKC ആകെ ഭയപ്പെടുന്നു. നിന്റെ കയ്യിൽ ഈ ഫോട്ടോ ഉണ്ടെങ്കിലല്ലേ നീ അത് ജ്യോതിർമയ്ക്ക് അയച്ചു കൊടുക്കൂ. എന്നിട്ട് അയാൾ നിർമ്മലാമ്മയുടെ കയ്യിലുള്ള ഫോൺ വാങ്ങാൻ നോക്കുന്നു. CKCയും നിർമ്മലാമ്മയും തമ്മിൽ റോഡിൽ കിടന്നുള്ള പിടിവലി അപ്രതീക്ഷിതമായി ആ വഴി വരുന്ന ജ്യോതിർമയി കാണുന്നു. നിധിയും നിർമ്മലാമ്മയും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നിധിയുടെ ഫോൺ അവിടെ വെച്ച് മറന്നു പോകുന്നു. നിധി ഫോൺ എടുക്കാൻ പോയ സമയത്താണ് CKCയെ നിർമ്മലാമ്മ കാണുന്നത്. CKC നിർമ്മലാമ്മയുടെ ഫോൺ ബലമായി പിടിച്ചെടുക്കാൻ നോക്കുന്നത് അങ്ങോട്ട് വരുന്ന നിധിയും കാണുന്നു. നിർത്തടോ എന്ന് CKCയോട് നിധി പറയുന്നു. താൻ എന്താണ് ഈ കാണിക്കുന്നത്? നടന്ന സംഭവം നിർമ്മലാമ്മ നിധിയോട് പറയുന്നു. താൻ ഈ ഫോണിലുള്ള ഫോട്ടോ കളഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഫോട്ടോയുടെ ഒറിജിനൽ ആന്റിയുടെ കയ്യിലുണ്ട്, എന്റെ ഫോണിലുമുണ്ട്. താനെന്താ മണ്ടനാണോ? ഇതൊക്കെ കണ്ട് ജ്യോതിർമയി അങ്ങോട്ട് വരുന്നു. നിധി, നീ എന്താണ് ഈ കാണിക്കുന്നത്? CKCയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്നുവോ? എന്താണ് ഈ ഫോണിലുള്ളത് എന്നെല്ലാം ജ്യോതിർമയി ചോദിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ജ്യോതിർമയി മാഡം എത്തിയല്ലോ എന്ന് നിധിയും പറയുന്നു. ഞാൻ ഈ ഫോണിലുള്ളത് നിങ്ങളെ കാണിച്ചാൽ അതോടെ തീരും നിങ്ങളുടെ ദാമ്പത്യം. എന്താ CKC, ഞാൻ ഈ ഫോണിലുള്ളത് തന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കട്ടെ? CKC ആകെ വിളറി നിൽക്കുകയാണ്. എന്തായാലും ഞാനായിട്ട് തന്റെ ജീവിതം ഇല്ലാതാക്കുന്നില്ല. മേലിൽ ഗൗതമിനെയോ നിർമ്മലാന്റിയെയോ വഴിയിൽ തടഞ്ഞു നിർത്തി ഇതുപോലുള്ള അഭ്യാസം കാണിച്ചാൽ ഈ ഫോണിലുള്ളത് ജ്യോതിർമയുടെ ഫോണിലെത്തുമെന്ന് പറഞ്ഞ് നിധിയും നിർമ്മലാമ്മയും പോകുന്നു. CKC എന്തിനാണ് നിർമ്മലയുടെ കയ്യിലിരിക്കുന്ന ഫോൺ വാങ്ങാൻ ശ്രമിച്ചതെന്ന് ജ്യോതിർമയി ചോദിക്കുന്നു. ഉടനെ CKCയെ പതിവ് നുണ ആവർത്തിക്കുന്നു. CKC ഒരാളെ കൊല്ലുന്നത് നിർമ്മല നേരിട്ട് കണ്ടിട്ടുണ്ട്. അവളുടെ കയ്യിൽ ആ ഫോട്ടോയുണ്ട്. അത് കാണിച്ചാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്ന് ജ്യോതിർമയിയോട് CKC പറഞ്ഞെങ്കിലും ജ്യോതിർമയി അത് വിശ്വസിക്കുന്നില്ല. പ്രണവിന് ശിവാനിയോടുള്ള അടുപ്പം കുറയാൻ വേണ്ടി വസുന്ധര പ്രണവിനോട് ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ശിവാനിയും അവളുടെ അമ്മയും കൂടി രാവിലെ മുതൽ രാത്രി വരെ എവിടെയാണ് പോകുന്നതെന്ന് നിനക്കറിയാമോ എന്ന് പ്രണവിനോട് വസുന്ധര ചോദിക്കുന്നു. അവർക്ക് ആവശ്യമില്ലാതെ പൈസയൊന്നും കൊടുത്ത് സഹായിക്കരുതെന്ന് പ്രണവിനോട് വസുന്ധര പറയുന്നു. ഗൗതമിനോടുള്ള വിശ്വാസത കൊണ്ട് കൊടുത്ത ഹൈടെക് സിറ്റിയുടെ നിർമ്മാണം പ്രണവിന് കിട്ടാൻ വേണ്ടി കമ്പനിയിലേക്ക് പോകണമെന്ന് പ്രണവ് വസുന്ധരയോട് പറയുന്നു. ഗൗതമിലുള്ള വിശ്വാസം പ്രണവിനോട് കമ്പനിക്കില്ലെങ്കിൽ ഈ പ്രൊജക്ട് നമുക്ക് അവര് തരുമോ എന്നറിയില്ല എന്ന് വസുന്ധര പറയുന്നു. ഈശ്വരമംഗലം കമ്പനിയുടെ പേര് ശിവാനി എന്റർപ്രൈസസ് എന്നാക്കിയതും ഗൗതം കമ്പനിയിൽ ഇല്ലാതായതും കമ്പനിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു. നമുക്ക് നേരിട്ട് പോയി കാണണമെന്ന് പ്രണവ് പറയുന്നു. പ്രണവും വസുന്ധരയും കമ്പനിയിലുള്ളവരെ നേരിട്ട് പോയി കണ്ടിട്ടും തൽക്കാലം കമ്പനി ആ പ്രൊജക്ട് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.